Hello guys, it's me Anshif. Welcome back to channel Tricky Talkies. So guys, on Minecraft Survival Series ന്റെ 48 എപ്പിസോഡ് ഇട്ടാണുള്ളത്. സോ ഗൈസ് ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇന്ന് നമ്മൾ ചെറിയൊരു എഗ് ഫാം ചിക്കൻ കൂപ്പാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ഗൈസ് നേരത്തെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ നിങ്ങൾ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ വീഡിയോ ഒന്ന് മാക്സിമം ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. സോ ഗൈസ് നമ്മുടെ കയ്യിൽ ആകെ ഒറ്റ എഗ് ഉണ്ട് ഗൈസ്. നമ്മൾ ഈ ഒരു ഫാം സെറ്റ് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമുക്ക് ആണെങ്കിൽ ഈ ചിക്കൻ്റെ ഓരോ ഡ്രോപ്സ് കാര്യങ്ങളൊക്കെ നമുക്കാണെങ്കിൽ ഇതിൽ നിന്ന് കിട്ടും, പിന്നെ എഗ്ഗ് കിട്ടും. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഈ എഗ്ഗ് വെച്ച് നമുക്ക് ഒരു വിതറിൻ്റെ അടുത്തൊക്കെ പോയിട്ട് നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് അങ്ങനെ വിതർ റോസ് എല്ലാം കിട്ടും. അങ്ങനെ പല പല യൂസ് ഉണ്ട് ഇതിന്. സോ ഗൈസ് അതാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. സോ ഗൈസ് നമ്മളങ്ങനെ ഇവിടെ ബിൽഡ് സ്റ്റാർട്ട് ചെയ്യണം ഗൈസ്. നമ്മളിവിടെ വന്നിട്ട് ചെറുതായിട്ടൊരു റൂം, അവിടെ ചിക്കൻസിൻ്റെ കാര്യങ്ങളൊക്കെ വെച്ചാൽ നമ്മൾ കുറച്ചും കൂടെ ഒരു ബെറ്റർ ആയിട്ടുള്ള സെറ്റപ്പാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ നോർമലായിട്ട് ചിക്കൻസിനെല്ലാം കൂടെ ഒരു സ്ഥലത്ത് കൂട്ടിയിട്ടിട്ട് അവിടെ ഹോപ്പർ വെച്ച് സെറ്റ് ചെയ്യുന്നതല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മൾ കുറച്ചും കൂടെ ഒരു ഇതാക്കിയിട്ടാണ് സെറ്റ് ആക്കുന്നത് ഗൈസ്. സോ നമുക്ക് ആദ്യം തന്നെ ഒരു ചെറിയൊരു സംഭവം സെറ്റ് ചെയ്യണം ഗൈസ്. ഇവിടെ നിന്ന് ഇങ്ങനെ കയറി വന്നിട്ട് ഇവിടെ വെച്ചു ഗൈസ്. നമ്മളൊരു സ്ലാബൊക്കെ വെച്ചിട്ട് ഒരു സ്റ്റെയർ കേസ് സെറ്റ് ചെയ്യണം ഗൈസ്. ഇവിടെ നിന്ന് മുകളിലോട്ട് ഒരു സ്റ്റെയർ കേസ് സെറ്റ് ചെയ്യാണ്. ഗൈസ് ഇങ്ങനെ കറങ്ങി വന്നെടുക്കണം. സോ ഗൈസ് നമുക്ക് ഇതിവിടെ വെച്ചതിന് ശേഷം ഇതിവിടെ വെച്ച് കൊടുക്കുക. ഞാനിങ്ങനെ എന്തൊക്കെ പറയുന്നത് എനിക്ക് തന്നെ അറിയുന്നില്ല. സോ ഗൈസ് നമ്മളങ്ങനെ ഇവിടെ ചെറിയൊരു സ്റ്റെയർ സെറ്റ് ചെയ്യാണ്. എന്നിട്ട് ഇതൊന്ന് ചെറുതായിട്ട് നാക്കിയിട്ട് ഞാൻ കാണിക്കാം. സോ ഗൈസ് നമ്മളങ്ങനെ ഇവിടെ ചെറുതായിട്ടൊരു ഫ്ലോർ സെറ്റ് ചെയ്യുന്നത് ഗൈസ്. ഇതാണ് നമ്മൾ നിൽക്കുന്ന ഫ്ലോർ ആൻഡ് നമ്മൾ നിൽക്കുന്ന റൂം ധരിക്കും. പിന്നെ ഇവിടുത്തെ വേറെ റൂമും കൂടെ നമ്മൾ സെറ്റ് ചെയ്യും ഗൈസ്. ഇത് കുറച്ചൊരു വേറെ വ്യത്യസ്ത ഇതിലുള്ള ബിൽഡ്, നമ്മളിതൊരു ചെയ്യാത്തൊരു ടൈപ്പ് ബിൽഡാണ്. സോ ഗൈസ് നമ്മളങ്ങനെ ഒരു റൂം സെറ്റ് ചെയ്ത് ഇവിടെ ചെറുതായിട്ട് വാള് കൊടുക്കുകയാണ്. ഞാനിതങ്ങനെ അടിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ ഇതിങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല ഗൈസ്. ഞാനിങ്ങനെ ചെറുതായിട്ടൊരു ബിൽഡാണ്. നമ്മൾ ഇതുവരെ ചെയ്യുന്നത് വെച്ചാൽ നല്ല വ്യത്യാസമാണ്. ഞാൻ നേരത്തെ പറഞ്ഞൊരു ബിൽഡാണ്. ആൻഡ് ഓഫ് കോഴ്സ് നമ്മൾ ഇത്രയും ഓക്ക് വെച്ച് നമ്മളൊരു ബിൽഡ് ചെയ്തിട്ടില്ല എന്ന് തന്നെ എനിക്ക് തോന്നുന്നത്. ചെയ്തൊക്കെ സ്പ്രൂസാണ്. പിന്നെ നമുക്ക് ഡാർക്കൊക്കെ കിട്ടിയപ്പോൾ കുറച്ചൊക്കെ അത് യൂസ് ചെയ്ത് തുടങ്ങി ലേറ്റസ്റ്റ് ബിൽഡുകളൊക്കെ. ബട്ട് നമ്മളൊരു ഓക്ക് ബിൽഡ് നമ്മൾ ചെയ്തിട്ടില്ല ഗൈസ്. സോ നമ്മൾ അത് തന്നെയാണ് ചെയ്യാൻ പോകുന്നതെന്ന്. നമ്മുടെ ഫസ്റ്റ് റൂം തന്നെ കഴിഞ്ഞിട്ടില്ല ഗൈസ് ഇപ്പോഴും. ആക്ച്വലി കാര്യം പറഞ്ഞാൽ ഇനി നമുക്ക് ഇവിടെ നിന്ന് ഈ സൈഡ് ഇങ്ങനെ ഇതൊക്കെ കൊടുക്കണം. നമുക്ക് കുറച്ച് ലോഗ് കാര്യങ്ങളൊക്കെ എടുത്ത് ഇവിടെ നിന്ന് ഫ്രെയിം ചെയ്ത് കൊടുക്കാം. ഞാൻ ബിൽഡിൻ്റെ ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ചിലപ്പം ബിൽഡുകളൊന്നും കാണാൻ നിങ്ങൾക്ക് അത്രയ്ക്ക് താല്പര്യം ഉണ്ടാവത്തില്ലെന്ന് തോന്നി. കാരണം ഇത് പ്രത്യേകിച്ച് ഒന്നുമില്ല ഗൈസ്. ഞാനിങ്ങനെ ഇതൊക്കെ ഇങ്ങനെ കുറച്ച് ലോഗ് ഇവിടെ വെക്കുന്നു, അവിടെ വെക്കുന്നു, ഇവിടെ നിന്ന് ചാടി മറിയുന്നു, വീഴുന്നു, ചെറുതായിട്ട് പണി കിട്ടുന്നു, അത്രയൊക്കെ തന്നെ ഉള്ളൂ ഇത്. സോ ഗൈസ് നമ്മളങ്ങനെ നമ്മുടെ ഈ ഒരു സൈഡ് ഗൈസ് ഒരു രസമില്ല ഗൈസ് നമ്മൾ ചെയ്തിട്ട്. നമുക്കൊന്ന് നോക്കാം ഗൈസ് എന്തായിരിക്കും കാര്യമെന്ന് ഗൈസ്. ഞാൻ ഈ ബിൽഡിങ്ങിനെ കാണിക്കുന്നത് വെച്ചാൽ നമ്മളിത് ചെറിയൊരു ഒരു സൈസ് ഒരു ചെറുതായിട്ടൊരു ബേസ് ഒരു സംഭവം ഞാൻ ഒരു വീഡിയോയിൽ കണ്ടിട്ട് ചെയ്യുകയാണ്. ബട്ട് ബാക്കി മൊത്തം നമ്മൾ തന്നെയാണ് ചെയ്യുന്നത് ഇത്. ആൻഡ് ഓഫ് കോഴ്സ് ആ ഒരു ബേസ് ഫ്ലോ അത് കുറച്ചും കൂടി ഒരു കോംപ്ലിക്കേറ്റഡ് ആണ്. സോ അത് വെച്ച് നമ്മളിങ്ങനെ എൻ്റെ ഡിസൈനിൽ ചെയ്യാണ്. സോ ഗൈസ് നമ്മളങ്ങനെ നമ്മുടെ ഈ ഒരു സെക്കൻഡ് റൂമിൻ്റെ വർക്കും കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഗൈസ്. നമ്മൾ ഇതിങ്ങനെ ചെറുതായിട്ട് ഇവിടെ ചെറിയൊരു റൂമൊക്കെ കൊടുത്ത് ഇങ്ങനെ ഒരു പാത്ത് ഗൈസ്. നമ്മൾ വേറെ ചെയ്യുന്നത് പറ്റുന്ന വെച്ചാൽ നമ്മുടെ ബിൽഡിൻ്റെ സൈസ് വന്നപ്പോൾ നമ്മുടെ ഈ ഒരു നോർമൽ പാത്തിൻ്റെ മുകളിലൂടെയാണ് നമ്മളിത് ബിൽഡ് ചെയ്തത്. അത് നമ്മുടെ പാത്ത് കാര്യങ്ങളൊക്കെ ഞാൻ ആദ്യം സെറ്റ് ചെയ്യേണ്ടി വരും ഗൈസ്. സോ ഗൈസ് നമ്മൾ നമ്മുടെ കളക്ഷൻ ഏരിയയൊക്കെ സെറ്റ് ചെയ്യാണ്. സോ നമ്മുടെ കുറച്ച് ചെസ്റ്റൊക്കെ എടുത്തേക്കാം. നമ്മുടെ ഗൈസ് ഇവിടെ സെൻട്രലായിട്ടൊരു ചെസ്റ്റ് വെച്ച് കൊടുക്കുകയാണ്. ഇത് ഡബിൾ ചെസ്റ്റ് ആയിക്കോട്ടെ ഗൈസ്, ഒറ്റൊന്ന് മതി. സോ ഗൈസ് നമുക്കിവിടെ ചെസ്റ്റ് വേണ്ട ഗൈസ്. നമുക്ക് നോക്കാം ഗൈസ്. ട്രിപ്പിൾ ചെസ്റ്റ്, അയ്യോ ഇത് രസമില്ല ഗൈസ്. ഗൈസ് എനിക്കിതല്ല വേണ്ട ഗൈസ്. നമുക്ക് 3 വ്യത്യസ്ത ചെസ്റ്റുകളാണ് വേണ്ടത്. ഇതായി കിട്ടുന്നില്ല എന്തായാലും. സോ ഇവിടെ ക്രൗച്ച് ചെയ്ത് വെച്ച് കൊടുക്കുക. ഈവനായിട്ട് ഇത് കണക്ട് ചെയ്തതിന് ശേഷം അത് പൊട്ടിച്ചാൽ മതി ഗൈസ് നമുക്ക്. സോ ഗൈസ് അതൊക്കെ എടുത്തിട്ടുണ്ട് നമ്മൾ. സോ ഗൈസ് നമ്മുടെ ഈ ഒരു ഫാം എന്ന് വെച്ചാൽ സിമ്പിളാണ്. നമ്മുടെ ചെസ്റ്റിലോട്ട് കുറച്ച് ഹോപ്പർ ആണ്. നിങ്ങൾക്ക് ഒറ്റ ഹോപ്പർ മതി. എന്നിട്ട് ആ ഒരു ഹോപ്പറിൻ്റെ മുകളിൽ വല്ല
എന്തപ്പം നിങ്ങൾക്കാണെങ്കിൽ ഒരു കാർപ്പറ്റ് അങ്ങനെ ഇതിലൊക്കെ വെച്ച് കൊടുക്കുക. എന്നാൽ നമ്മുടെ ചിക്കൻസ് നമ്മുടെ ഹോപ്പറിൻ്റെ അകത്തോട്ട് വീണ് പോകത്തില്ല. സോ അതൊന്ന് സെറ്റ് ചെയ്ത് വെച്ചതിൻ്റെ ശേഷം അവിടെ ചിക്കൻസിനെ കൊണ്ടുവന്ന് ഇട്ട് കഴിഞ്ഞാൽ എത്രത്തോളം ചിക്കൻ ഉണ്ട് അത്രയും നിങ്ങൾക്ക് എഗ്ഗ് കിട്ടും. ആ എഗ്ഗ് നിങ്ങൾക്ക് വേണ്ട പല പല യൂസിന് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. സോ ഇത്രയാണ് നമ്മൾ സിമ്പിൾ വർക്കാണ്. ബട്ട് നമ്മളിതൊരു ബിൽഡ് കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ ഇവരെ പറ്റ ലോക്കലാക്കി ഇടുന്നില്ല. നമ്മൾ തന്നെ ഇങ്ങനെ ഡിസൈൻ ചെയ്തൊരു സെറ്റപ്പ് കൊടുക്കുകയാണ്. സോ ഗായ്സ് നമ്മളങ്ങനെ നമ്മുടെ ഈ ഒരു സെക്കൻഡ് റൂമിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. ഗൈസ് നമ്മളിവിടെ കുറച്ചൊരു സ്റ്റെയർ വെച്ചൊക്കെ ഒരു ഡിസൈൻ നോക്കുകയാണ്. ഗൈസ് നമ്മളൊരു ഡിസൈൻ നമ്മളിതുവരെ ചെയ്യാത്ത ടൈപ്പ് ഒരു ഡിസൈനാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കുറച്ചൊരു പെട്രോൾ കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇവിടെ ചെറിയൊരു സീനായിരുന്നു. നമ്മൾ പെട്ടെന്ന് മറ്റേ സൈഡൊക്കെ മണ്ടിപ്പോയി ഈ മിൽക്കെല്ലാം എടുത്തടിച്ചിട്ടൊക്കെയാണ് നമ്മളിവിടെ വന്ന് നിൽക്കുന്നത്. അല്ലെങ്കിൽ ഇവിടെ ഇപ്പോൾ റെയ്ഡൊക്കെ സ്റ്റാർട്ട് ചെയ്ത സീനായേനെ. ഞാനിങ്ങനെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ മൊത്തം ഡയറോ എല്ലാം കൊള്ളുന്നുണ്ട്. നോക്കുമ്പോൾ ഇവരെല്ലാവരും കൂടെ വന്നിട്ട് എന്നെ അടിക്കാൻ വന്നിട്ടുണ്ട്. സോ ഗൈസ് ഇത്ര ആയാലും നമ്മുടെ ബിൽഡ് ഇപ്പോൾ കാണാൻ ഒരു സുഖമില്ല. നമുക്ക് ചെയ്ത് നോക്കാം ഗൈസ്. അവസാനം ഇത് കുളമായാലും നമുക്ക് ഇതെല്ലാം കൂടെ പൊളിച്ചിട്ടിട്ട് നോക്കാം ബാക്കി. സോ ഗൈസ് നമുക്കൊന്ന് ഇവിടെ നിന്നിട്ടൊന്ന് സ്ലീപ്പ് ചെയ്തേക്കാം. നമുക്ക് എങ്ങനെ ബിൽഡ് എന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം ഞാൻ. യെസ് നമുക്കിനി നേരെ താഴത്തോട്ട് പോകാം നമ്മുടെ ബിൽഡിൻ്റെ ബാക്കി വർക്കുകൾക്ക് കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി. ഇവിടെ നമ്മുടെ എല്ലാ ഗൈസ് നമ്മുടെ ഇലക്ട്രിക് ഇടയ്ക്ക് നേരെ ആക്ടിവേറ്റ് ആവുന്നില്ല. ഇടിച്ച് സോ ഗൈസ് ഇതാണ് നമ്മുടെ ഈ ഒരു ബിൽഡ്. ഇത് ഇവിടെ നിന്ന് കാണാൻ സുഖമില്ല. ബട്ട് നമ്മൾ ലാസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്കൊരു വെർട്ടിക്കൽ സ്ലാബ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടെങ്കിൽ ഗൈസ് കിട്ടും ഗൈസ്. ഒരു വെർട്ടിക്കൽ സ്ലാബ് ആണെങ്കിൽ നമുക്ക് വേണ്ട ഗൈസ്. ഈ ഒരു അടുത്ത അപ്ഡേറ്റിലൊക്കെ അതൊക്കെ എന്തെങ്കിലും കിടുക എന്നോട് ഇത് വരുന്നില്ല. ഈ ഒരു ബിൽഡിനൊക്കെ ഈ ഒരു ഡിസൈനൊക്കെ അത് യൂസ് ചെയ്യുന്ന കിടുവായനെ വെർട്ടിക്കൽ സ്ലാബ് വെച്ചാൽ ഇങ്ങനൊരു ലൈനിൽ വരും. സോ ഗൈസ് നമ്മളങ്ങനെ ഈ ഒരു സൈഡ് സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഗൈസ് എന്തായാലും ഒരു രീതി നോക്കണം ഗൈസ്. ഒരു പുതിയ ഡിസൈനാണ് നമ്മളിവിടെ ഈ ഒരു ബിൽഡ് മൊത്തം ഒരു ഓക്കൊക്കെ വെച്ചിട്ട് നമ്മൾ ഫസ്റ്റ് ടൈം തന്നെയാണ്. സോ ഇത് ഇങ്ങനെ വെക്കാം ഗൈസ്. എനിക്ക് ഈ ഒരു 2 സ്റ്റെയറും വെക്കുമ്പോൾ കണ്ടു ഗൈസ് അതിൻ്റെ സെൻറ്ററിലൊരു സംഭവം അതന്നെ ഈ ഒരു സ്ലാബ് ഇങ്ങനെ വെർട്ടിക്കൽ സ്ലാബ് വന്നാലുള്ള യൂസ് അങ്ങനെ ഡിസൈൻ കൊണ്ടുവരാൻ പറ്റുള്ളൂ. ബട്ട് അതെന്തായാലും പറ്റത്തില്ല നമുക്ക്. സോ നമുക്ക് വേറെ നിലക്ക് നോക്കാം. സോ നമുക്ക് ഇതിവിടെയും കൂടെ വെച്ച് കൊടുക്കാം ഗൈസ്. ഈ ഒരു ബിൽഡ് എന്ന് വെച്ചാൽ കുറച്ചും കൂടി ഒരു എക്സ്പെരിമെൻ്റൽ ടൈപ്പ് ബിൽഡാണ്. നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഡിസൈൻ നോക്കുന്നത്. ആദ്യമായിട്ടാണ് ഈ ഒരു ടോട്ടൽ ടൈപ്പ് ഇങ്ങനെയാണ് ആദ്യമായിട്ട് നോക്കുന്നത്. സോ നമ്മുടെ ക്ലോക്ക് ടവറിൻ്റെ നേരെ സൈഡിൽ തന്നെ ഗൈസ് നമ്മളിങ്ങനെ ചെറിയ കുറേ കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു ക്ലോക്ക് ടവറിൻ്റെ സൈഡത്ത് ഈ റോഡ് വെച്ച് നമ്മൾ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യും. നമ്മുടെ വില്ലേജർ സ്റ്റഫ് എവരിത്തിങ്. പിന്നെ ഈ വലിയ കാര്യങ്ങൾ നമ്മൾ കൂടുതൽ യൂസ്ഡ് ഉള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ വീടിൻ്റെ സൈഡ് പിന്നെ വീടിൻ്റെ ആ ഒരു സൈഡിലായിരിക്കും. നമ്മുടെ ക്രീപ്പർ ഫാമിൻ്റെ ഇപ്പുറത്തോ ഇപ്പുറത്തോ എവിടെയെങ്കിലൊക്കെ ആയിട്ടായിരിക്കും ഫുള്ള് വർക്ക് കാര്യങ്ങളൊക്കെ കൊടുക്കുക. സോ നമുക്ക് ഇതൊന്ന് പൊട്ടിച്ചെടുത്തേക്കാം. ഗൈസ് ഇതാണ് നമ്മുടെ ഈ ഒരു റൂമിൻ്റെ സൈഡ് നമുക്കൊന്ന് ശരിയായി കിട്ടുന്നില്ല. നമ്മൾ എന്താ ചെയ്യാന്ന് അറിയത്തില്ല. നമുക്ക് നോക്കാം ഗൈസ്. സോ ഗൈസ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സംഭവം നോക്കും. നമ്മൾ കണ്ടുപിടിക്കും ലാസ്റ്റ്. സോ ഗൈസ് നമ്മളങ്ങനെ ഫുള്ള് സെറ്റ് ഉണ്ട്. നമ്മൾ ഈ ഒരു സൈഡിൽ നിന്ന് കാണിക്കാം. നമ്മുടെ ഈ ഒരു വാൾ നമ്മൾ ചെറിയ ഡിസൈൻ കൊണ്ടുവന്നത് നമ്മുടെ ഒരു ലോഗ് തിരിച്ച് വെച്ചിട്ടൊക്കെ ഗൈസ് നമുക്ക് ഇവരെന്താണ് കുഴപ്പമില്ല. ഇവരെ വല്ല തീർക്കാം ഗൈസ്. നമുക്ക് ഈ ലെഡ് കാര്യങ്ങളൊക്കെ. സോ ഗൈസ് നമുക്ക് ചെറുതായിട്ട് ഈ സൈഡിൽ കൂടെയൊക്കെ ഒന്ന് പോയിട്ട് കാണിക്കാം. നമ്മുടെ ബേസിലൊക്കെ ഒന്ന് പോയിട്ട് നമുക്ക് നോക്കാം എങ്ങനെ കാര്യങ്ങളൊക്കെ ഒന്ന്. യെസ് നമ്മൾ വേറെ വെള്ളത്തിൽ ചാടുന്നു കയറി വരുന്നു. ഇത് കയറി തുറന്നിട്ട് ഡോറൊക്കെ അടച്ചിട്ട് പോകണ്ടേ. നമുക്ക് ഇവിടെ കുറച്ച് നമ്മുടെ ഈ ഇൻവെൻട്രി ഒക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഞാൻ ബാക്കി കാണിക്കാം. സോ ഗൈസ് നമ്മൾ കുറച്ച് സംഭവങ്ങളൊക്കെ എടുത്ത് ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. നമ്മൾ ഇതാണ് നമ്മുടെ റൂം. ഗൈസ് നമ്മൾ ഇങ്ങനത്തെ ഡിസൈൻ നമ്മൾ കൊടുത്തിട്ടുള്ളത്. ആകെയുള്ള എഗ്ഗാണ് ഗൈസ്. ആ എഗ്ഗ് വർക്കായില്ല. സോ ഗൈസ് നമ്മളിനി എന്ത് ചെയ്യുന്ന അറിയത്തില്ല. സോ ഗൈസ് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ കയറി വന്നിട്ട് ഇവിടെ ഇങ്ങനെ കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ ചെറിയൊരു ചെസ്റ്റ് കാര്യങ്ങളൊക്കെ ചെസ്റ്റിൻ്റെ ഭാഗം എനിക്ക് ഇഷ്ടമായി. പിന്നെ അതൊക്കെ തന്നെയാണ് നമ്മൾ ഈ ഒരു ബിൽഡ് ഗൈസ്. നമുക്ക് ഇനി അടുത്തതിൻ്റെ റൂഫ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ബാക്കിയുള്ളത്. സോ നമുക്ക് വല്ല സ്കാഫോൾഡിങ് വെച്ച് കയറി ഇതിൻ്റെ ഒരു റൂഫ് സെറ്റ് ചെയ്യും.
നമ്മുടെ റൂഫൊന്ന് ശരിയായാൽ നമുക്കിനി ബാക്കി ചെക്ക് ചെയ്യാൻ പറ്റും. സോ ഗൈസ് നമ്മളിങ്ങനെ ചെറുതായിട്ടൊരു സംഭവമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ചെറിയൊരു ചിക്കൻ നമ്മളിവിടെ ബില്ലിന് എടുക്കുമ്പോഴൊരു കോയിനെ കിട്ടിയത് നമ്മൾ നേരെ ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ഒരു ചിക്കൻ ഇതിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ വല്ല അവനെ പിടിച്ചിട്ട് ഇവിടെ പിന്നെ നമ്മളതിൻ്റെ റൂഫാണ് നമ്മളെന്താ വെച്ചാൽ കോബിൾ സ്റ്റോണിൻ്റെ ഒരു സംഭവമാണ്. കോബിൾ സ്റ്റോണിൻ്റെ ഒരു ഫ്രെയിമും പിന്നെ നമ്മൾ ഫുള്ളായിട്ട് സ്പ്രൂസാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഇവിടെ. സോ ഗായ്സ് നമുക്കിത് പുള്ളിക്കാരനെ കിടക്കുന്നുണ്ട്. ഒരുത്തിനെ കൂടെ കിട്ടണം ഗൈസ്, അല്ലെങ്കിൽ നമുക്ക് ഇവൻ്റെ എഗ് വെച്ച് തന്നെ നമുക്ക് ഒപ്പിക്കണം. സോ ഗായ്സ് നമ്മളങ്ങനെ ചെറിയ വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മുടെ ബിൽഡ് നമ്മൾ ആൾമോസ്റ്റ് ഫുള്ളി കഴിഞ്ഞു. ഇനി നമ്മുടെ ചെറുതായിട്ടൊരു ഡെക്കറേഷൻ അങ്ങനെയുള്ള ചില്ലറ വർക്കുകൾ കാര്യങ്ങളൊക്കെ ഉള്ളു നമുക്ക്. സോ ഗായ്സ് നമുക്കിനി ഇവിടെ ഇതാണ് നമ്മുടെ ബിൽഡ്. പിന്നെ അവിടെ പാണ്ടയാണ് നമുക്കതൊക്കെ കാണുന്നുണ്ട്. സോ ഗായ്സ് നമ്മൾ ഇതിങ്ങനെ അകത്തോട്ട് കയറി വരുന്നത് ഇവിടെ ഒരുത്തരുള്ളൂ. ഇതിന് ആകെ ഒറ്റയ്ക്ക് പേടിച്ചിരിക്കുകയാണ്. നമുക്ക് ഇവൻ്റെ നിന്ന് കിട്ടുന്ന മുട്ടേനെ ഇവിടെ ഇട്ട് പൊട്ടിക്കാം. നമുക്ക് ഇവൻ ഒരുത്തനും കിട്ടുന്നില്ല. സോ ഗൈസ് നമുക്ക് എങ്ങനെയാണ് ഒരുത്തനെ കൂടെ കൊണ്ടുവരണം ഗൈസ്. ഇവിടെ നമ്മുടെ അടുത്ത ടാസ്ക്. പിന്നെ ഇവിടെ ചെറിയൊരു ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ കൊടുക്കണം. പിന്നെ ഈ താഴത്തെ ഈ ഒരു ബ്ലോക്സ് മൊത്തം മാറ്റണം ഗൈസ് നമുക്ക്. സോ ഗൈസ് നമുക്കിതൊക്കെ ഒന്ന് പൊട്ടിക്കുക ഇവിടെ നിന്ന് ഗൈസ്. ഇതെടുക്കുക. സോ ഗൈസ് നമുക്കിതൊക്കെ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാം. സോ ഗൈസ് നമ്മളങ്ങനെ നമ്മുടെ ഈ ഒരു ബിൽഡ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു വീഡിയോയിലൊക്കെ ഇഷ്ടപ്പെടുന്നു. സോ നിങ്ങൾ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ സെർച്ച് ചെയ്യാത്തവരൊക്കെ ചെയ്യാൻ പിന്നെ പറയണം. നിങ്ങൾ ലൈക്ക് ചെയ്യുക. നമുക്ക് നല്ലൊരു സപ്പോർട്ടായിരിക്കും ഗൈസ് നിങ്ങളിതൊക്കെ ചെയ്യുമ്പോൾ. നമുക്കൊരു മോട്ടിവേഷൻ കൂടെ ആയിരിക്കും നമുക്ക് വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇനിയും ചെയ്യാനൊക്കെ. സോ ഗൈസ് അങ്ങനെ ഫുള്ള് സെറ്റാണ് ഗൈസ്. നമുക്കിനി ഇവിടെ മൊത്തം ഒന്ന് ശരിയാക്കണം. സോ ഗൈസ് നമ്മൾ ഇതൊക്കെ ഇങ്ങനെ ഫുള്ളായിട്ട് മാറ്റണം. ഇതാണ് ഇനി മെയിൻ വർക്ക്. സോ ഗൈസ് നമ്മളങ്ങനെ ഇനി ഇവിടെ ചെറുതായിട്ടൊരു ഫാം ലാൻഡ് കാര്യങ്ങളൊക്കെ കൊടുക്കണം ഗൈസ്. നമ്മുടെ ഈ ഒരു ബിൽഡിന് ചേരുമായിരിക്കും ഇത്. സോ ഗൈസ് നമ്മളിതിങ്ങനെ നമ്മുടെ മറ്റേ ഫാമും കൂടെ ബന്ധപ്പെടാം. നമുക്ക് വേണമെങ്കിൽ ഇതൊക്കെ ഗൈസ് നമ്മൾ വെള്ളം ഒഴിച്ചൊക്കെ അതായത് ഫസ്റ്റ് തന്നെ ചെയ്യുന്നത് ഗൈസ് പൊട്ടത്തിലാണല്ലോ. സോ ഗൈസ് നമ്മുടെ ഇൻവെൻറ്ററിയിൽ മിൽക്ക് എല്ലാം ഉണ്ട്. നമ്മൾ അതോ എമർജൻസിക്ക് വേണ്ടിയാണ്. സോ നമ്മളവിടെ വെള്ളം വെച്ചിട്ടുണ്ട്. സോ ഗൈസ് ഇനി നമ്മൾ ഇത് ഫുള്ള് സെറ്റ് ചെയ്യണം. നമ്മുടെ ഈ ഒരു ബക്കറ്റൊക്കെ നമുക്ക് ഇവിടെ നിന്ന് വെച്ച് കൊടുക്കാം. നമുക്കിത് നല്ലൊരു രീതിയിൽ ചെയ്യണം ഗൈസ്. ഒരു രസമുള്ളൊരു ഷേപ്പാക്കി കൊടുക്കാം. ഒരു ഫിക്സ്ഡ് ഷേപ്പല്ല ഗൈസ്, ഇങ്ങനെ ഒരു റാൻഡം ആയിട്ടാണ് നമ്മളിത് കൊടുക്കുന്നത് ഗൈസ്. കുഴപ്പമില്ല ഗൈസ് ഇതൊന്നും കാണാൻ. സോ ഗൈസ് നമ്മളിതാണ് ഗൈസ് നമ്മുടെ ഇത് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഗൈസ് ഇതാണ് നമ്മുടെ സെറ്റപ്പ്. പാത്തല്ല ഗൈസ്, നമുക്ക് ഹോയാണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. സോ ഗൈസ് നമുക്ക് നല്ലൊരു ഡിസൈൻ ഗൈസ് ഇപ്പോഴും റെഡി ആയിട്ടില്ല. സോ ഗൈസ് നമുക്കിനി ചെറിയൊരു സംഭവം കൊടുക്കണം. അതിന് വേണ്ടി ഗൈസ് നമുക്ക് ചെറിയൊരു സംഭവം എടുക്കാം. നമുക്ക് കുറച്ച് ഫെൻസ് കാര്യങ്ങളൊക്കെ എടുത്ത് ഇവിടെ നിന്ന് കൊടുത്തേക്കാം ഗൈസ് നമുക്കൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി. സോ ഗൈസ് നമ്മുടെ സീഡൊക്കെ ഇവിടെ നിന്ന് മാറ്റിയതിന് ശേഷം ഗൈസ് നമുക്ക് നല്ലൊരു ഇത് നോക്കണം ഗൈസ്. നമുക്ക് ആദ്യമായിട്ട് നമുക്ക് ഇവിടെ കുറച്ച് ബോൺ മീലിംഗ് ഒക്കെ കൊടുക്കണം. പിന്നെ കോസ്റ്റ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണം. നമ്മുടെ ഈ ഒരു ഇന്നത്തെ വീടെന്ന് വെച്ചാൽ കുറച്ചൊരു സുഖമില്ലാത്ത വീഡിയോ എന്ന് എനിക്കും തോന്നി. ബിക്കോസ് എന്ന് വെച്ചാൽ ഇന്നത്തെ ഈ ഒരു ഇതെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് വീഡിയോ ഒന്നും ചെയ്യാനില്ല. അവിടെ നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു. കാരണം പ്രത്യേകിച്ച് ഒന്നുമില്ല, നമ്മൾ ഒരു ഹോപ്പർ പ്ലാറ്റ്ഫോം തന്നെയാണ് ശരിക്കും ഇതിൽ ഫാം ആയിട്ടുള്ളൂ. പിന്നെ നമ്മുടെ ബിൽഡ് മാത്രമാണ്. സോ ഗൈസ് നമുക്കിതിങ്ങനെ വല്ല പൊട്ടിച്ചെടുക്കാം ഗൈസ് ഇത് ഇവിടെ നിന്ന്. ഗൈസ് നൈറ്റായി തുടങ്ങിയിട്ടുണ്ട്, നമുക്കിത് പെട്ടെന്ന് തീർക്കട്ടെ. അത് മതി ഗൈസ്. ഇവിടെ നിന്ന് നൈറ്റായി നമുക്ക് നേരെ മുകളിലോട്ട് കയറി പോവാം. ഗൈസ് നമ്മുടെ ഈ ഒരു ക്ലോക്ക് ടവറൊക്കെ ഓൺ ആയിട്ടുണ്ട്. നമുക്ക് നേരെ വന്നിട്ട് കിടക്കാം. സോ ഗൈസ് നമ്മൾ നേരെ ഉറങ്ങി എണീക്കുകയാണ്. നമ്മുടെ ബിൽഡ് അങ്ങനെ കഴിഞ്ഞ് തീരാറായിട്ടുണ്ട്.
അവിടെ ഡ്രോണൊക്കെ വെറുതെ കിടന്ന് ഇരിക്കുന്നത് ഗൈസ്. എന്താണ് വെറുതെ? ഹായ് ഡേ, ഈ രണ്ടുപേരുടെ ഇടയിലൊക്കെ എന്താന്ന് വെച്ചാൽ അസുഖല്ലേ? ഇവർ തമ്മിലടിക്കുക ഗൈസ്. ഇവർ നീ അപ്പുറത്ത് ഒളിച്ചിരിക്കുന്നുണ്ട് കൊച്ചു കാളൻ. ഇവിടെ ഉള്ള പാൻറ് ഇതെല്ലാം ഇട്ടിട്ടിരിക്കുന്നുണ്ട്. നമുക്ക് ഈ സവർ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് മരിക്കണം ഗൈസ്. എന്താണ് ഡേ? ഇനി നീ മാത്രമേ ഉള്ളൂ? ഇവ മറ്റവൻ അടിച്ചിട്ട്. സോ ഇതാണ് നമ്മുടെ ബിൽഡ്. ഇത് ലുക്കായില്ല ഗൈസ്. നമുക്ക് എനിക്കിഷ്ടമായ എന്തായാലും. നീ എല്ലായിടത്തും ഉണ്ടല്ലോ, നിനക്ക് എന്താണ് ഇവിടെ പണി? നമുക്ക് ആ ബോൺസ് ഒന്ന് വല്ല പോയി കളക്ട് ചെയ്യും ഗൈസ്. ബോണൊക്കെ നമുക്ക് നല്ല ലൈറ്റാണ്, എടുത്തേക്കാം. ഈ ആ ഡ്രോണൊക്കെ ഈ അവിടെ വെറുതെ വെള്ളത്തിൽ നിന്ന് ഇറങ്ങി വരുന്നൊക്കെ എന്തിനാ അറിയത്തില്ല. സോ ഗൈസ് ഇതാണ് നമ്മുടെ ബിൽഡ്. നമ്മുടെ ഫുൾ സെറ്റാണ് ഇവിടെ ഗൈസ്. ഇവിടെ ഇതൊക്കെ ആയിട്ടുണ്ട്, ഇങ്ങനെ ആയി വരുന്നുണ്ട് നമ്മുടെ സംഭവങ്ങളൊക്കെ. ഇത് കൊടുക്കാം. ഗൈസ് ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു സംഭവം. പിന്നെ ഇതിപ്പുറത്തുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കിനി ഒന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഞാൻ ബാക്കി കാണിക്കാം ഗൈസ്. നമ്മൾ ലാസ്റ്റ് ഫൈനൽ ടച്ചൊക്കെ കൊടുക്കട്ടെ ഗൈസ്. നമ്മളങ്ങനെ ഇവിടെ വർക്കൊക്കെ ഉണ്ട്. നമുക്ക് ഇലക്ട്രിക് ഒന്ന് വെച്ച് വലിയ മോളിൽ നോക്കാം ഇത് എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന്. സോ ഗൈസ് നമുക്ക് നേരെ മുകളിലോട്ട് നോക്കാം. നമ്മുടെ ഇവിടുത്തെ ഒരു ഏരിയക്ക് ഇങ്ങനെ ഇരിക്കുന്നത്. നമുക്ക് ഇനി ഇവിടെയാണ് അവിടെ ബില്ല് കാര്യങ്ങളൊക്കെ നമുക്കുള്ളത്. ഇപ്പം ഇടിക്കും ഗൈസ് നമ്മൾ അവിടെ പോയിട്ട്. ഞാനിപ്പോൾ എവിടെ അറിയത്തില്ല. ഗൈസ് നമ്മുടെ ഈ ഒരു ഇതൊക്കെ നമ്മുടെ അടുത്ത എപ്പിസോഡിൽ നമ്മളിത് പൊളിക്കും. നിങ്ങൾ കാണുമ്പോൾ നെട്ടും. ഇത് ഞാനൊരു വീഡിയോയിൽ കണ്ടു ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടം ഗൈസ്. എന്തായാലും എനിക്ക് എൻ്റെ വീട്ടിൽ ചെയ്യണം തോന്നി. അതിന് വേണ്ടി ഗൈസ് ഞാൻ ടെക്സ്ചർ പാക്ക് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് നമ്മുടെ ഒരു കണക്റ്റഡ് ഗ്ലാസ്സിനൊക്കെ വേണ്ടി ഗൈസ് ഒരു ചെറിയൊരു സെറ്റപ്പാണ് ഗൈസ്. അത് ഞാനൊരു വീഡിയോയിൽ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം, ഭയങ്കരമായിട്ട് ഇഷ്ടം. എന്തായാലും ചെയ്യണമെന്ന് തോന്നി. സോ അതുകൊണ്ടാണ് നമ്മളതവിടെ ചെയ്യാൻ പോകുന്നത് ഇവിടെ. പിന്നെ ഗൈസ് നമ്മുടെ ഈ ഒരു ബ്രിഡ്ജ് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഈ വീഡിയോയ്ക്ക് വേണ്ടി യൂസ് ചെയ്യുന്നു, ബട്ട് അല്ലാതെ യൂസ് ചെയ്യാറില്ല. ഇപ്പോൾ ഇലക്ട്രിയാണ്. ബട്ട് അല്ലെങ്കിൽ തന്നെ നമ്മളിനി ഇത് യൂസിങ് നല്ലോണം സ്റ്റാർട്ട് ചെയ്യും. കാരണം എന്താ വെച്ചാൽ നമ്മളിവിടെ വേറെ ഒരു പ്ലാൻ ഉണ്ട്. നമ്മുടെ ഈ ഒരു എപ്പിസോഡ് 50-ക്കൊക്കെ ശേഷമായിട്ട് നമ്മളിവിടെ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ കൊണ്ടുവരും. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മളിവിടെ ഈ ഒരു വഴി തന്നെ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ വഴി തന്നെ നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. സോ ഗൈസ് നമുക്ക് നേരെ ഇവിടെ നിന്ന് നേരെ അങ്ങോട്ടൊരു വഴി ഇട്ടേക്കാം. ഒരു വഴി നേരെ ഇവിടെ നിന്ന് അതുവരെ പോകുന്ന രീതിയിൽ. യെസ്. സോ ഇതെല്ലാം പൊടിച്ചിട്ട് ഇത് വല്ല ഇവിടെ നിന്ന് ഇങ്ങനെ പോവാം. നമുക്ക് ഇതൊക്കെ ഈ ഒരു ലീഫൊക്കെ ഒന്ന് മാറ്റി ഇത് വല്ല ഇവിടെ നല്ലൊരു പാത്ത് ഇവിടെ കൊടുക്കണം ഗൈസ്. നമുക്ക് ഈ ഒരു വൈൻസ് പാത്ത് ഒന്ന് വെക്കാൻ വായിക്കത്തില്ല ഒരു. സോ ഗൈസ് നമുക്ക് ഇതൊക്കെ ഒന്ന് പൊട്ടിച്ചെടുത്തതിന് ശേഷം ഈ ഒരു വൈനൊക്കെ നടന്ന് മാറ്റിയേക്കാം. സോ നമുക്ക് ഇതൊക്കെ ഇങ്ങനെ കൊടുത്തേക്കാം. ഈ ഒരു ഗൈസ് ഈ ഒരു പാത്തൊക്കെ നമ്മൾ കണക്ട് ചെയ്തിട്ട് ഗൈസ് നമുക്ക് അവിടെ നിന്ന് നേരെ വരാം. സോ ഗൈസ് നമുക്ക് നേരെ കയറി വരാം. ഗൈസ് നമ്മളിവിടെ ബോൺ മീറ്റിംഗ് ഒക്കെ ചെയ്തത്. ഇതാണ് നമ്മുടെ സെറ്റപ്പ്. ഇങ്ങനെ കയറി വരും നമ്മൾ. എന്നിട്ട് ഇങ്ങനെ വന്നതിന് ശേഷം ഇവിടെ ചെറിയൊരു ഫാം ലാൻഡ്, ഇവിടെ കുറച്ച് ഹേ ബേലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലും കുറച്ച് ഫാം ലാൻഡ് കാര്യങ്ങളൊക്കെ. ഈ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ സെറ്റപ്പാണ് കാര്യങ്ങളൊക്കെ കിടുവാണ്. ഇവിടെ നമുക്ക് കാണത്തില്ല തോന്നുന്നു. യെസ്. സോ ഗൈസ് ഇതൊക്കെ കറക്റ്റാണ് ഇവിടെ. ഇത് കിട്ടുമല്ലോ. ഈ ഒരു സെറ്റപ്പ് ഈ ഒരു സൈഡ് സ്പ്രൂസ് കൊണ്ടൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഇവിടെ. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടത്. സ്വന്തമല്ല കേസ് ഇവിടെ നമ്മൾ 2 ചിക്കനെ കയറ്റി നമുക്ക് കിട്ടുന്ന എഗ്ഗൊക്കെ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട് കേസ്. നമുക്ക് ഇനി നമ്മൾ ഒരുപാട് ഇതാക്കും. നമ്മുടെ ഈ ചിക്കൻ ഇടുന്നെല്ലാം നമ്മൾ പൊട്ടിച്ച് നോക്കുന്നുണ്ട്, ബട്ട് നമുക്കൊന്നും കിട്ടുന്നില്ല എന്നുള്ളൂ, അല്ലാതെ പ്രോബ്ലം ഒന്നുമില്ല. സോ ഗൈസ് നമ്മുടെ ഫാം ഫുൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് ഗൈസ് നമ്മളിവിടെ ഫുള്ളായിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ സെറ്റ് നമ്മുടെ 2-3 ചിക്കനൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് അങ്ങനെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ഗൈസ്. സോ ഗൈസ് നമ്മുടെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു. സോ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ കൂടി. അടുത്തൊരു വീഡിയോമായി കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ അൻഷിഫ് സൈനിങ് ഔട്ട്.